അങ്ങനെ സംഭവബഹുലമായ ഒരു വർഷം കൂടി കടന്നുപോയി. ഇനി വരാൻ പോകുന്ന ഒരു നല്ല വർഷത്തേക്ക് വേണ്ടി നമുക്കിതങ്ങ് ഒഴിക്കാം. എടാ നീ ലേറ്റായേ? നമ്മൾ അടിച്ചു തുടങ്ങിനെ. ഞാൻ എന്നോട് പറഞ്ഞിനാ ഞാൻ നിങ്ങൾപ്പുറം വെള്ളടിക്കാൻ വരുമെന്ന്. ഞാൻ വിചാരിച്ച് കുറച്ച് സമയം വന്നിരിക്കുക വർത്തമാനം പറയാമെന്ന്. അല്ലാണ്ട് ഞാൻ ഇത് അടിക്കുകയില്ല. ഇത് കൈകൊണ്ട് തൊടൂലേ ഈ സാധനം. എടാ ഇനി ഇത്ര വലിയ വലിയ തീരുമാനം എടുക്കണ്ട. അതെല്ലാം കുറച്ച് ആലോചിച്ചിട്ട് മതി. നമ്മളിത് കുറേ കണ്ടതും കേട്ടതുമാണ്. ഒന്നും ആലോചിക്കാനില്ല. നിനക്ക് മതിയായി. എനിക്ക് ഈ സാധനം ഇനി വേണ്ട. ഓ നീ പറഞ്ഞ കേട്ടിരിക്കും നമ്മളുടെ നാട്ടിൽ വലിയ കുടിയന്മാരാണ്. വല്ലപ്പോഴും ആണെങ്കിൽ പോട്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ഇന്നലെ വരെ കുടിച്ചിട്ടില്ലേ? എടാ അത് ഇന്നലെ അയത്തും മലക്ക് പോയി മാലയിച്ചതിൻ്റെ ചിലവല്ലേനാ. ഓ അത് ശരി. അപ്പോൾ മലക്ക് വന്നത് പോയി വന്നിട്ട് ചിലവ് നടത്താനല്ലേ? നല്ല കാര്യം. അത് എല്ലാത്തിനും നമ്മൾ അപ്പൂപ്പന്മാരുണ്ടാക്കി വെച്ച ചില ആചാരങ്ങളുണ്ട്. എടാ റജി സൈറ്റിൽ നോക്കടാ. എനിക്ക് വേണ്ട മോനെ. നാളെ 1-ാം തീയതി അല്ലേ? പുതിയ കൊല്ലാന്ന്. ഞാൻ നാളെ പോലെ നല്ലൊരു മനുഷ്യനാകുന്നു. PSC പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയും ഒരു നല്ല മനുഷ്യനായിട്ട് ജോലി നേടിയെടുക്കണം. അപ്പോൾ ഇതിൽ കലാശക്കൊട്ടായിട്ട് കരുതുക. സയത്തിൻ്റെ ഒപ്പമുള്ള ലാസ്റ്റത്തെ വല്ലാടി ഇതും കൂടി അടിച്ചിട്ട് നമ്മൾ നിർത്താം. വേണ്ട വേണ്ട മോനെ വേണ്ട. അല്ലാതെ തന്നെ തണുപ്പ് പിടിച്ചിട്ടുള്ളത്. കാലാവസ്ഥ മഞ്ഞു പനി വരുന്ന പോലെയുണ്ട്. അമ്പരപ്പന് കഴിയല്ല. ആലൊരു പെഗിൻ്റെ അകത്ത് കുരുമുളക് പൊട്ടിയിട്ടിട്ട് ഡ്രൈ ആയിട്ട് ഒന്നങ്ങ് അടിച്ചാലുണ്ടല്ലോ, പനിയും പോവും, ജലദോഷം പോവും, എല്ലാം പോവും. എടാ വല്ലപ്പോഴും മദ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതെന്നാണ് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണം നല്ല പോലും. ഏതെങ്കിലും ഒരു മദ്യപാനി കുഴഞ്ഞു വീണ് വെച്ചായിട്ട് ഇനി പറയുന്നത് കേട്ടിട്ടുണ്ടോ? പിന്നെ ഇനി ഓർമ്മയില്ലേ, കൊറോണ ഉള്ള കാലത്ത് ഡോക്ടർമാർ മദ്യം കഴിക്കാനാണ് പറയുന്നത്, കൊറോണ വരാതിരിക്കുക. അതല്ല ചെയ്യാനേട്ടാ. നാളെ 1-ാം തീയതി അല്ലേ? ഞാൻ പറഞ്ഞില്ല നേരത്തെ നന്നാവണം. നാളെ മുതൽ നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം. കുളിച്ച് മാറ്റിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അതിന് നീ നാളെ അമ്പലത്തിൽ പോകുന്നുണ്ടോ? എന്നെ നിങ്ങൾ വരുന്നുണ്ട് അമ്പലത്തിലേക്ക്? ആടാ നമ്മൾ നാളെ പോകുന്നുണ്ട് അമ്പലത്തിൽ. എത്ര കുടിച്ചാലും നാളെ 4 മണിക്ക് എന്നെ വിളിച്ച് കണിപ്പിക്കുന്ന നേരം നമ്മൾ ഏറ്റു. എടാ രജി ആ കസേര ഇങ്ങോട്ട് എടുക്ക്. എടാ ഇരിക്കും. ഇതങ്ങ് തുടങ്ങും. നമ്മൾ തുടങ്ങിയതിൻ്റെ ബാക്കി കുടിക്ക്. ആ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. പിന്നെ കാര്യങ്ങളൊന്നും എന്താ ചെയ്യുക? ഇത് നമ്മളെ സൈത്തല്ലേ ചന്ദ്രാട്ടമായ. എന്താ അവസ്ഥ? എന്തിനാ അപ്പോൾ എന്ത് മാറ്റുന്ന കാര്യം? ഞാൻ അത്ര പ്രാവശ്യം ഉപദേശം കൊടുത്തവന്. എപ്പോഴും വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ തന്നെ ഒച്ചപ്പാടാക്കല്ലേ വീട്ടിൽ നിന്ന് പരിപാടിയുണ്ട്. PSC കോച്ചിങ്ങിന് പറഞ്ഞു വെച്ചിട്ട് ആടുന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു വെച്ചിരുന്നല്ലാന്ന് പറയുന്നത് കേട്ടെ. നിങ്ങളെയൊക്കെ മാതൃയാക്കിയുടെ ഇവന് രാവിലെ അമ്പലത്തിൽ പോകണം,
പണിക്ക് പോന്നു. ആ അച്ഛൻ്റെയും അമ്മേനെയും കഷ്ടകാലം. നമ്മളൊരു കാര്യം ചെയ്യും, ഇവനെ കുട്ടി ഒന്ന് വീട്ടിൽ കൊണ്ടാക്കും. എടാ എന്ത് ചെയ്യാനാണ്? 1-ാം തീയതി രാവിലെ തന്നെ ഓരോ മാറിനെടുത്ത് തലയിൽ വെക്കണ്ട. ആ, പോവാം. പോവാ.